ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തലിലേക്ക് വഴിമാറുമ്പോൾ ഏത് രാജ്യമാണ് വെടിനിർത്തലിന് ചർച്ച നടത്തിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് സ്വാഭാവികമായിട്ടും ഇത് എൻ്റെ വിജയമാണ്, എൻ്റെ മാത്രം വിജയമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം വെടിനിർത്തൽ കരാറിലെത്തി എന്നുള്ളത് സത്യമാണ്. അതിന് ചർച്ച നടത്തിയ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ ട്രംപ് ഒരു സ്ഥലത്തും ആ രാജ്യത്തിന് ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല. ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് ഇസ്രായേൽ, അമേരിക്ക. ഒടുവിൽ ഇവർ തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചു. അവർ ഒരു വെടിനിർത്തലിന് സമ്മതിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേലും ഇറാനും തമ്മിൽ പരിപൂർണവും സമഗ്രവുമായിട്ടുള്ള വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലും ഇറാനും നിലവിലുള്ള ഏതൊരു ദൗത്യം പൂർത്തിയാക്കാൻ കുറച്ച് സമയമുണ്ടാകും. അതിനുശേഷം ഈ വെടിനിർത്തൽ ഘട്ടം ഘട്ടമായി ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ നടപ്പാക്കിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ US നിർദ്ദേശിച്ച വെടിനിർത്തലിന് ഇറാന്റെ അംഗീകാരം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി നേടിയിട്ടുണ്ടെന്ന് വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിന് കൊടുത്ത റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രി അൽ താനി ആദ്യം ഇറാനിയൻ ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ഈ സമയത്ത് വെടിനിർത്തലിന് ഇറാൻ സർക്കാരിന്റെ സമ്മതം നേടുകയും ചെയ്തു. ചർച്ചകൾക്ക് മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീറുമായി സംസാരിച്ചതിനെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭാഷണത്തിൽ ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതായി ട്രംപ് അദ്ദേഹത്തെ അറിയിച്ചു. ഇനി കരാറിൽ ഒപ്പിടാൻ ടെഹ്റാനെ ബോധ്യപ്പെടുത്തേണ്ടത് ഖത്തറിന്റെ ഊഴമാണ്. ട്രംപ് ഖത്തറിന്റെ സഹായം ആ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യം ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും തുടർന്ന് ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് പറഞ്ഞു. തൽഫലമായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം പൂർണ്ണമായും അവസാനിക്കും. ഓവർലാപ്പ് ചെയ്യുന്ന വെടിനിർത്തൽ സമയത്ത് ഇരു രാജ്യങ്ങളും സമാധാനപരവും ബഹുമാനപൂർവ്വവും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റ് ഇട്ട് തുടരണം എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാനിൽ ഔദ്യോഗികമായി വെടിനിർത്തൽ തുടങ്ങിയെന്നാണ് ട്രംപ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.